എന്ന് പറഞ്ഞാൽ ഏതോ ശക്തി അതിനെ ഉറക്കത്തിലേക്ക് വലിക്കണ്ടേ. അത് താനെ കെട്ടടങ്ങുകയാണെങ്കിൽ നമുക്കെന്തേ താനെ കെട്ടടക്കിക്കൂടെ മനസ്സിനെ? നമുക്ക് ഉറങ്ങാൻ പറ്റുണ്ടോ? അങ്ങനെ നമ്മൾ കിടക്കാനേ പോകുന്നുള്ളൂ, ഉറങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് ഉറങ്ങിക്കിട്ടിയാൽ മതി. നമ്മൾ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് ഉറക്കം വരാത്ത ദിവസങ്ങളിൽ. ഇതുപോലെ ഉണരുക, മനസ്സ് താനെ ഉണരുകയാണെങ്കിൽ എന്നാൽ പിന്നെ അത്ഭുതമാണ്. മനസ്സ് താനെ ഉണരുമെങ്കിൽ ഈ കോമയിലൊക്കെ കിടക്കുന്ന ആൾക്കാരൊന്ന് ഉണർന്നു വരട്ടെ. എന്തേ ഉണരാത്തത്? അതുപോലെ തന്നെ നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നമ്മളെ ആരോ ഉണർത്തുകയല്ലേ ഉള്ളിൽ നിന്ന്. നമ്മളങ്ങനെ ഉണർന്നു വരികയാണ്. മനസ്സാണ് ഉണർന്നു വരും തോന്നെങ്കിലും അതിനെ ഒന്ന് പുഷ് ചെയ്യേ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ അത് ഉണർന്നു വരുള്ളൂ. ആ ഒരു ഫോഴ്സിലാണത് ഉണർന്നു വരുന്നത്. അപ്പൊ രാവിലെ ഉണർന്നു വരുമ്പോൾ നമുക്ക് ബോധം വരുന്നു. രാത്രി ഉറങ്ങുന്നതോടുകൂടി ആ ബോധം അല്ലെങ്കിൽ ആ ചിന്തകൾ കെട്ടടങ്ങുമ്പോൾ നമ്മുടെ വിചാരം ബോധം പോയി, ബോധം കെട്ടടങ്ങിയതാണ്. ബോധം കെട്ടടങ്ങിയില്ല. അതുകൊണ്ടാണ് ആ ബോധം വീണ്ടും ചിന്തകളെ ഉണർത്തിയപ്പോൾ സ്വപ്നങ്ങളായി മാറി. സ്വപ്നത്തിനും ശരീരത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ എനിക്ക് ഈ ന്യൂറോ സയന്റിസ്റ്റുകളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ന്യൂറോൺസ് പ്രവർത്തിച്ചിട്ട് അതിന്നുണ്ടാകുന്ന ഒരു കറണ്ടാണ്, ഒരു ഇലക്ട്രിക് വേവ്സ് ആണ്, മാഗ്നറ്റിക് ഇലക്ട്രിക് വേവ്സ് ആണ് ഈ തോട്ട്സുകൾ ഉണ്ടാക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്കൊരു പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ നിങ്ങൾ അതിനുത്തരം പറയൂ. ഈ ഉറങ്ങിക്കിടക്കുന്ന ആൾ സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ എന്തേ ചില ന്യൂറോൺസുകൾ പ്രവർത്തിക്കുന്നു, ചില ന്യൂറോൺസ് പ്രവർത്തിക്കില്ല? ഹൂ ഡിസൈഡ്സ്, ഹൂ ഡിറ്റർമിൻ, ഹൂ സെലക്റ്റഡ് ഇതങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്? എന്താ അത്? ഒരു ഭാഗം. എന്നാൽ പിന്നെ ഈ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ തലയിൽ ഇത്രയും സ്വപ്നങ്ങളൊക്കെ കിടക്കുമ്പോഴും അയാളുടെ കണ്ണ് നോക്കൂ. രാവിലെ ഉണരുമ്പോൾ കണ്ണ് ഉണരുന്നുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തോട്ട്സുകൾ ഉണർന്നാൽ കണ്ണ് ഉണരണം. പക്ഷെ സ്വപ്നം കാണുന്ന ആളുടെ കണ്ണ് ഉണരുന്നില്ല. അതെന്തേ? ആ സമയത്ത് തോട്ട്സുകൾ ഉണർന്നിട്ടും കണ്ണുകൾ കണക്റ്റഡ് ആവാത്തത്, കണ്ണുകൾ ഉണരാത്തത്, ശരീരവുമായി കണക്റ്റ് ആവാത്തത്. അപ്പൊ എവിടെയാണ് ന്യൂറോൺസ്? ഹൂ ഡിസൈഡ്സ്? എന്നും സ്വപ്നത്തിൽ ഒരു കോയിൻസിഡൻസ് സംഭവമാണ്. ചപ്പോട്ടെ, ഇത് എവറി ഡേ നമ്മൾ ഡ്രീം കാണുമ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പൊ എന്തോ ഇത് ബ്രെയിനിനും അതീതമായിട്ടൊരു സംഭവമാണ്. കാരണം ഇത് ബ്രെയിൻ്റെ ഭാഗമാണെങ്കിൽ, ബ്രെയിൻ്റെ ഭാഗമാണ് കണ്ണ്, ബ്രെയിൻ്റെ ഭാഗമാണ് നമ്മുടെ ഫീലിങ്സ്. അപ്പം നമ്മൾ സ്വപ്നം കാണുമ്പോഴും ബ്രെയിൻ ആക്റ്റീവ് ആവണം. ഇനിയിപ്പോൾ ഒരു പകുതി പാർട്ടാണ് ആക്റ്റീവ് ആയെങ്കിൽ അത്രയും പകുതി പാർട്ടിന് ബോഡിയായിട്ടൊരു ബന്ധം ഉണ്ടാവില്ലേ? എന്നാൽ ഈ സ്വപ്നത്തിൽ നമ്മുടെ ഒരു പാർട്ടിനും ഒരു ബന്ധവുമില്ല. എന്നാൽ സ്വപ്നം ആക്റ്റീവാണ്. അപ്പം തോട്ട്സുകൾ ആക്റ്റീവാണ്. ബ്രെയിൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊന്നും ആക്റ്റീവ് അല്ല. അതുകൊണ്ട്